ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയാത്ത സുന്നിയാകണം. ആലിമീങ്ങൾക്കിടയിൽ ചിലപ്പോൾ മസ്അല തർക്കങ്ങൾ ഉണ്ടാകും, ആലിമീങ്ങൾക്കിടയിൽ ചിലപ്പോൾ സംഘടനാ തർക്കങ്ങൾ ഉണ്ടാകും. നീയും ഞാനും എന്തിനതിൽ ഇടപെടാൻ പോകും? ആലിമീങ്ങളെ എന്തിന് ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയണം? ഒരൊറ്റ ആലിമിനെയും കുറ്റം പറയണ്ട, ഒരാളെയും തെറി പറയണ്ട, ഒരാളെയും നിസ്സാരപ്പെടുത്തണ്ട. ആലിമീങ്ങൾക്കിടയിൽ തർക്കമുണ്ടെങ്കിൽ അവര് പറഞ്ഞു തീർക്കട്ടെ. ആലിമീങ്ങൾക്കിടയിൽ സംഘടന രണ്ടുണ്ടെങ്കിൽ നല്ലതാര് ചെയ്യുമ്പോഴും പിന്തുണച്ചോ, മോശമായതാര് ചെയ്യുമ്പോഴും പിന്തുണക്കണ്ട. ഓരോന്നിനും യാഥാർത്ഥ്യങ്ങൾ അറിയുന്ന ഒരു രാജാവിന് കാണുന്നുണ്ട്, അവന്റെ മലക്കുകൾ തിരിക്കാട് ചെയ്യുന്നുണ്ട്. ദുന്യാവ് നിലനിൽക്കുന്ന ലോകമല്ല, ഇത് യാത്രയാണ് കേട്ടോ. യാത്രക്കിടയിൽ വളരെ ശ്രദ്ധിച്ചോളൂ. പോയി ഇറങ്ങുന്ന സ്ഥലത്ത് പിടിച്ച് അറസ്റ്റ് ചെയ്തു പോകുന്ന യാത്രക്ക് ദുനിയല്ല. ഇറങ്ങുമ്പോ സ്വീകരണം കിട്ടാനുള്ള യാത്ര നടത്തോളം അതിന് യാത്രാ മധ്യേ പറയേണ്ടതേ പറയാവൂ, ചെയ്യേണ്ടതേ ചെയ്യാവൂ. എവിടെയും ചിന്ത വേണം, ഇത് അല്ലാഹു പൊരുത്തപ്പെടുമോ, എന്റെ ദുനിയാവിന് ഉപകരിക്കുമോ, എന്റെ ആഖിറത്തിന് ഉപകരിക്കുമോ, എന്റെ മനസ്സിലുകൊണ്ട് ശുദ്ധിയാകുമോ, അല്ല ഞാൻ നശിക്കുമോ? ഇത് ചിന്തിക്കാതെ ഒരു വാക്കുപോലും പറഞ്ഞു പോകണ്ട. ആലിമീങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ അവര് വിവരമനുസരിച്ച് എന്തെങ്കിലും ചെയ്യട്ടെ. അറിവില്ലാത്ത ഞാൻ എന്തിനതിൽ ഏർപ്പെടണമെന്നൊരു ചിന്ത എന്റെ സാധാരണക്കാരെ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ വളർത്തിയെടുക്കുക. സൈനുദ്ദീൻ മഖ്ദൂബ് തങ്ങളെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാനിത് എവിടെയും പറയുന്ന കാര്യമാണ്, ഇവിടെയും ഇത് പറയുന്നു. ആഖിറത്തിലെത്തിയിട്ട് നിങ്ങൾ എന്തേ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയാതിരുന്നതെന്ന് അല്ലാഹു ചോദിക്കൂല കേട്ടോ. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു ആലിമിന്റെ മാംസം നമ്മൾ കൊത്തിവലിച്ചാൽ പടച്ചറപ്പിന്റെ അടുക്കൽ വെച്ച് ചോദ്യം ചെയ്യുമ്പോ എടാ നീ എന്തിനതിന് പോയി എന്ന് ചോദിക്കുമ്പോ മറുപടി പറയാൻ പാവപ്പെട്ട എനിക്ക് കഴിയുമോ, നിങ്ങൾക്ക് കഴിയുമോ? മരണമെന്നത് നിങ്ങൾക്കറിയുമോ? ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയാത്ത സുന്നിയാകണം. ആലിമീങ്ങൾക്കിടയിൽ ചിലപ്പോൾ മസ്അല തർക്കങ്ങൾ ഉണ്ടാകും, ആലിമീങ്ങൾക്കിടയിൽ ചിലപ്പോൾ സംഘടനാ തർക്കങ്ങൾ ഉണ്ടാകും. നീയും ഞാനും എന്തിനതിൽ ഇടപെടാൻ പോകും? ആലിമീങ്ങളെ എന്തിന് ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയണം? ഒരൊറ്റ ആലിമിനെയും കുറ്റം പറയണ്ട, ഒരാളെയും തെറി പറയണ്ട, ഒരാളെയും നിസ്സാരപ്പെടുത്തണ്ട. ആലിമീങ്ങൾക്കിടയിൽ തർക്കമുണ്ടെങ്കിൽ അവര് പറഞ്ഞു തീർക്കട്ടെ. ആലിമീങ്ങൾക്കിടയിൽ സംഘടന രണ്ടുണ്ടെങ്കിൽ നല്ലതാര് ചെയ്യുമ്പോഴും പിന്തുണച്ചോ, മോശമായതാര് ചെയ്യുമ്പോഴും പിന്തുണക്കണ്ട. ഓരോന്നിനും യാഥാർത്ഥ്യങ്ങൾ അറിയുന്ന ഒരു രാജാവിന് കാണുന്നുണ്ട്, അവന്റെ മലക്കുകൾ തിരിക്കാട് ചെയ്യുന്നുണ്ട്. ദുന്യാവ് നിലനിൽക്കുന്ന ലോകമല്ല, ഇത് യാത്രയാണ് കേട്ടോ. യാത്രക്കിടയിൽ വളരെ ശ്രദ്ധിച്ചോളൂ. പോയി ഇറങ്ങുന്ന സ്ഥലത്ത് പിടിച്ച് അറസ്റ്റ് ചെയ്തു പോകുന്ന യാത്രക്ക് ദുനിയല്ല. ഇറങ്ങുമ്പോ സ്വീകരണം കിട്ടാനുള്ള യാത്ര നടത്തോളം അതിന് യാത്രാ മധ്യേ പറയേണ്ടതേ പറയാവൂ, ചെയ്യേണ്ടതേ ചെയ്യാവൂ. എവിടെയും ചിന്ത വേണം, ഇത് അല്ലാഹു പൊരുത്തപ്പെടുമോ?